ഹായ് എവരി വൺ. ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പത്തോളജിയിൽ നിന്നുള്ള കുറച്ച് ഈ റീസെൻ്റ്ലി ചോദിച്ചിട്ടുള്ള ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്തിട്ട് അതിൽ ഏറ്റവും ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സീരീസ് ആണ് നമ്മൾ കുറച്ചായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇതുപോലെയുള്ള വീഡിയോസുകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇനിയും ഒരുപാട് വീഡിയോസുകൾ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇൻട്രൊഡക്ഷനിലേക്കൊന്നും പോകുന്നില്ല, നമ്മൾ ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് നൈഫ് ഡിസൈൻഡ് ഫോർ ദ കട്ടിംഗ് ഫ്രോസൺ സെക്ഷൻസ്. ഫ്രോസൺ സെക്ഷൻസ് കട്ട് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള നൈഫ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മൈക്രോടോം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈക്രോടോംസ് ഉണ്ട്. മൈക്രോടോംസ് എന്താണ്? റോക്കിംഗ് ഉണ്ട്, റോട്ടറി ഉണ്ട്, സ്ലെഡ്ജ് ഉണ്ട്, സ്ലൈഡിംഗ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈക്രോടോംസ് ഉണ്ട്. എന്നിട്ട് ഓരോ മൈക്രോടോംസിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, അതിന്റെ ഓരോന്നിന്റെ ഫംഗ്ഷൻസുകൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് അത്തരത്തിൽ തന്നെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ലാർജ് ബോൺസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മൈക്രോടോം ഏതാണ്? ഓക്കെ, അത്തരത്തിലൊക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ കോമൺലി യൂസ് ചെയ്യുന്നത് ഏതാണ്, അങ്ങനെയൊക്കെ പല രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ മൈക്രോടോം എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. അതേപോലെ തന്നെ അതിന്റെ മൈക്രോടോം നൈഫ് എന്ന് പറയുന്നത്, നൈഫിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന്റെ പ്ലാനോ ബൈകോൺകേവ്, പ്ലെയിൻ വെഡ്ജ്, ടൂൾ എഡ്ജ് എന്ന് പറയുന്ന 4 ടൈപ്പ് മൈക്രോടോം നൈഫസ് ഉണ്ട്. ആ മൈക്രോടോം നൈഫുകൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫ്രോസൺ സെക്ഷൻസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നൈഫ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് പ്ലെയിൻ വെഡ്ജ് നൈഫാണ് നമ്മൾ മെയിൻലി ഫ്രോസൺ സെക്ഷൻസ് കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊന്ന് മൈക്രോടോമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ റോക്കിംഗ് മൈക്രോടോം ആണ്. റോക്കിംഗ് മൈക്രോടോമിൽ നൈഫ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. സ്പെസിമിൻ എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗണിൽ മൂവ് ചെയ്യുന്നതായിരിക്കും. ആർക്ക് ഓഫ് സൈക്കിളിൽ നമ്മുടെ ബ്ലേഡിന് മുകളിൽ നൈഫിന് മുകളിൽ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ റോക്കിംഗ് മോഷനിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അതാണ് റോക്കിംഗ് മൈക്രോടോം എന്ന് പറയുന്നത്. ഇത് അതിന്റെ നൈഫിന്റെ പൊസിഷൻ എന്താണ്, ഏതാണ് മൂവ് ചെയ്യുന്നത്, ഏതാണ് ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, റോക്കിങ്ങിൽ നൈഫ് മിക്സ്ഡും സ്പെസിമിൻ എന്ത് ചെയ്യുന്നു, മൂവിങ് ആണ്. റോട്ടറി മൈക്രോടോമിലാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് പോപ്പുലർ ആണ്. റുട്ടീൻ വാക്സ് എംബെഡഡ് ടിഷ്യൂസിനാണ് നമ്മൾ മെയിൻലി റോട്ടറി മൈക്രോടോം യൂസ് ചെയ്യുന്നത്. നമ്മൾ നോർമലി നമ്മുടെ ഹിസ്റ്റോപത്തോളജി ലാബുകളിൽ യൂസ് ചെയ്യുന്ന അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പ് മൈക്രോടോം ആണ് റോട്ടറി മൈക്രോടോം എന്ന് പറയുന്നത്. അവിടെ എന്താണ്, നൈഫ് ഈസ് ഫിക്സ്ഡ് ആൻഡ് സ്പെസിമിൻ മൂവ്സ് അഗെയിൻസ്റ്റ് നൈഫ് ആണ്. ആൻഡ് നെക്സ്റ്റ് ആണ് ബേസ് സ്ലെഡ്ജ് മൈക്രോടോം ആണ്. സ്ലെഡ്ജ് മൈക്രോടോം യൂസിങ് ഫോർ ദ കട്ടിംഗ് ഹാർഡ് ടിഷ്യൂസ് ആൻഡ് ലാർജ് ബ്ലോക്സ്. ഫിക്സ്ഡ് നൈഫാണ്, ബെനീത്ത് വിച്ച് സ്പെസിമിൻസ് മൗണ്ടഡ് ഓൺ സ്ലൈഡിംഗ് ബേസ് മൂവ്സ്. അതായത് നമ്മൾ സ്പെസിമിൻ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു നൈഫ് എന്ത് ചെയ്യുന്നു, അതിന് താഴ്ഭാഗത്ത് മൗണ്ട് ചെയ്തിട്ടുള്ള സ്പെസിമെൻസിന് അഗേൻസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫിക്സ്ഡ് നൈഫാണ് യൂസ് ചെയ്യുന്നത്. സ്ലൈഡിംഗ് മൈക്രോടോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺയൂഷ്വൽ ആണ്. അത് നൈഫ് ഈസ് മൂവ്ഡ് ഹൊറിസോണ്ടലി അഗേൻസ്റ്റ് ഫിക്സ്ഡ് ബ്ലോക്ക്. ഇവിടെ എന്താ, നൈഫാണ് മൂവ് ചെയ്യുന്നത്, ഫിക്സ്ഡ് ബ്ലോക്കിന് അഗേൻസ്റ്റ് എന്ത് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടലി എന്ത് ചെയ്യുന്നത്, നൈഫ് മൂവ് ചെയ്യുന്നു. ആൻഡ് മെയിൻലി യൂസിങ് ഫോർ ദ സെല്ലോയിഡ് എംബെഡഡ് ബ്ലോക്സ് ഓർ ടിഷ്യൂസ്. സൈഡ് മൈക്രോടോം യൂസ് ചെയ്യുന്നത് എംബെഡഡ് ടിഷ്യൂ സെല്ലോയിഡ്, അതായത് തിന്നായിട്ടുള്ള സ്ട്രക്ചേഴ്സിനൊക്കെയാണ് സ്ലൈഡ് മൈക്രോടോംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലാർജ് അല്ലെങ്കിൽ ഹാർഡ് ടിഷ്യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണ്, അതായത് സ്ലെഡ്ജ് മൈക്രോടോം ആണ്. സ്ലൈഡ് മൈക്രോടോം യൂസ് ചെയ്യുന്നത് സെല്ലോയിഡ് എംബെഡഡ് ടിഷ്യൂസിനാണ്. ആൻഡ് ഫ്രീസിംഗ് മൈക്രോടോം എന്ന് പറയുന്നത് നൈഫ് ഈസ് മൂവ്ഡ് ഹൊറിസോണ്ടലി അഗേൻസ്റ്റ് ഫിക്സ്ഡ് ബ്ലോക്ക്, യൂസ് ഫ്രോസൺ സെക്ഷൻസ് യൂസ് ചെയ്യുന്നതാണ് ഫ്രീസിംഗ് മൈക്രോടോം. അവിടെ എന്തായിരുന്നു, അവിടെ നൈഫ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ബ്ലോക്കിന് ഹൊറിസോണ്ടലി മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് 4 നൈഫിനെ കുറിച്ച് നോക്കാം. എന്തൊക്കെയാണ് 4 ടൈപ്പ് എന്ന് പറയുന്നത്? വെഡ്ജ്, പ്ലെയിൻ വെഡ്ജ് ടൈപ്പ് ഉണ്ട്, പ്ലാനോ കോൺകേവ് ഉണ്ട്, ബൈകോൺകേവ് ഉണ്ട്, ടൂൾ എഡ്ജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ ഓരോന്നിന്റെയും നമ്മൾ A, B, C, D എന്ന് പറയാം. പ്രൊഫൈൽ A എന്ന് പറയുന്നത് പ്ലാനോ കോൺകേവ് ആണ്. ഓക്കെ, പ്രൊഫൈൽ B എന്ന് പറയുന്നത് ബൈകോൺകേവ് ആണ്. പ്രൊഫൈൽ C എന്ന് പറയുന്നത് വെഡ്ജ് ഷേപ്ഡ് ആയിട്ടുള്ളതിനാണ്. പ്രൊഫൈൽ D എന്ന് പറയുന്നത് ചേസർ ഷേപ്ഡ് ആയിട്ട് ടൂൾ എഡ്ജിന് പറയുന്നതാണ് പ്രൊഫൈൽ D എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നിന്റെ ഏതാണ് പ്രൊഫൈൽ A, ഏതാണ് പ്രൊഫൈൽ B, ഏതാണ് പ്രൊഫൈൽ C എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, 4 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? പ്ലെയിൻ വെഡ്ജ്, പ്ലാനോ കോൺവേ, ബൈകോൺവേ, ടൂൾ എഡ്ജ് എന്ന് പറഞ്ഞു. അതിന്റെ ഏതൊക്കെയാണ് പ്രൊഫൈൽ A, പ്രൊഫൈൽ B, പ്രൊഫൈൽ C, പ്രൊഫൈൽ D എന്നുള്ളതും അറിഞ്ഞിരിക്കും. അതിന്റെ ഓരോന്നിന്റെ യൂസസ്. ബൈകോൺകേവ് യൂസ് ചെയ്യുന്നത് റോക്കി മൈക്രോടോമിന്റെ സ്ലെഡ്ജ് മൈക്രോടോമിനാണ് യൂസ് ചെയ്യുന്നത്. പ്ലാനോ കോൺകേവ് ആണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് സാമ്പിൾസ് ലൈക്ക് നൈട്രോസെല്ലുലസ് എംബ്രോയിഡറി ടിഷ്യൂസിനാണ് യൂസ് ചെയ്യുന്നത്. വെഡ്ജ് മൈക്രോടോം ആണ് കോമൺലി യൂസ് ചെയ്യുന്നതാണ് ഫോർ ഓൾ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്, ഫ്രോസൺസ്, ഹാർഡർ മെറ്റീരിയൽസിനൊക്കെ നമുക്ക് വെഡ്ജ് നൈഫ് യൂസ് ചെയ്യാം.
ടൂൾ എഡ്ജ് യൂസ് ചെയ്യുന്നത് വെരി ഹാർഡ് സ്പെസിമെൻസ് ലൈക്ക് ബോണൊക്കെ കട്ട് ചെയ്യാനാണ് ടൂൾ എഡ്ജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് വെഡ്ജ് മൈക്രോട്ടോം നൈഫാണ്. അതാണ് നമ്മൾ ഫ്രോസൺ സെക്ഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നത്. പ്ലാനോ കോൺകേവ് ആണെന്നുണ്ടെങ്കിൽ വളരെ തിന്നായിട്ടുള്ള എന്താണ് സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് ലൈക്ക് നൈട്രോസെല്ലുലോസ് എംബഡഡ് ടിഷ്യൂസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ബൈകോൺകേവ് യൂസ് ചെയ്യുന്നത് റോക്കി മൈക്രോട്ടോമിലും സ്ലെഡ്ജ് മൈക്രോട്ടോമിലാണ്. പിന്നെ ബോണോ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ടൂൾ എഡ്ജ് ആണ്. ഓക്കെ, അപ്പൊ ഓരോന്നിനെയും ഫംഗ്ഷൻസ് മനസ്സിലായല്ലോ, എന്തിനൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, 4 പിക്ചറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്, കാരണം ഇതൊക്കെ നമ്മൾ ഓൾറെഡി തിയറി പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സാമ്പിൾ ഓഫ് മെർക്കുറി കണ്ടെയ്നിങ് ഫിക്സേറ്റീവ്സ്. ഫിക്സേറ്റീവ്സ് വളരെ നിങ്ങൾ തന്നെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ടാവും. എന്താണ് ഫിക്സേറ്റീവ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ്? പല രീതിയിലാണ് ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. ഏതാണ് മെർക്കുറി കണ്ടെയ്നിങ് ഫിക്സേറ്റീവ്, അല്ലെങ്കിൽ ഏതാണ് ഫോർമാലിൻ ഡെറിവേറ്റീവ് ഫിക്സേറ്റീവ്, അല്ലെങ്കിൽ പെർസെന്റേജ് ഓഫ് ഫിക്സേറ്റീവ് ഏതാണ്, അല്ലെങ്കിൽ കോമൺലി യൂസിങ് ഫിക്സേറ്റീവ് ഏതാണ്, അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്താണ്, അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസുകൾ പല രീതിയിൽ കാണാറുണ്ട് ഫിക്സേറ്റീവ്സ് വെച്ചിട്ട്. അപ്പോൾ പിന്നെ അതേപോലെ ചില ഇമ്പോർട്ടൻറ്റ് ഫിക്സേറ്റീവ്സിന്റെ കമ്പോണൻസുകളും ചോദിക്കാറുണ്ട്. ഓക്കെ, കാർനോസ് ഫ്ലൂയിഡ്, കാക്സ് ഫ്ലൂയിഡ്, അതിൻ്റെ ഒക്കെ കമ്പോണൻസും ചോദിക്കാറുണ്ട്. ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും ചോദിക്കാറില്ല, വളരെ കോമൺ ആയിട്ടുള്ളതിന് മാത്രം ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ മെർക്കുറി കണ്ടെയ്നിങ് ഫിക്സേറ്റീവ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ് മെർക്കുറി കണ്ടെയ്നിങ് ഫിക്സേറ്റീവ് ഏതാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോന്നിന്റെയും എക്സാമ്പിളുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓരോ ഫിക്സേറ്റീവ്സിന് പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിന്റെ കമ്പോണൻസ് ബേസിലും അതിന്റെ ഫംഗ്ഷൻസ് ബേസിലൊക്കെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. നമ്മൾ ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ സെങ്കസ് ഫ്ലൂയിഡ് ആണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ബോയിസ് ഫ്ലൂയിഡും ക്ലാസ് ഫ്ലൂയിഡും കാർനോസ് ഫ്ലൂയിഡും എന്താണ്? അതൊന്നും മെർക്കുറി കണ്ടെയ്നിങ് ഫിക്സേറ്റീവ്സ് അല്ല. ഇവിടെ എന്താണ്? സെങ്കസ് സൊല്യൂഷൻസ് മാത്രമാണ് ഇത് മെർക്കുറി കണ്ടെയ്നിങ് ഫിക്സേറ്റീവ് ഉള്ളൂ. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. സെങ്കസ് സൊല്യൂഷൻ ഇസ് ദ റൈറ്റ് ആൻസർ. ഇപ്പോൾ ഫിക്സേറ്റീവ്സ് പഠിക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? അതിന് ഓരോന്നിൻ്റെയും ക്ലാസിഫിക്കേഷൻ ബേസിൽ വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? മൈക്രോ അനാറ്റമിക്കൽ ഫിക്സേറ്റീവ് ഉണ്ട്. മൈക്രോ അനാറ്റമിക്കൽ ഫിക്സേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമാലിൻ ബേസ്ഡ് ഫിക്സേറ്റീവ്, ബഫർ ഗുൾട്രാലിനേഡ്, സെങ്കസ് ബോർഡ്, സെങ്കർ ഫോർമാലിൻ, ഫോർമസലൈൻ ഒക്കെ എന്താണ്? മൈക്രോ അനാറ്റമിക്കൽ ഫിക്സേറ്റീവ്സ് ആണ്. ഈ സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവ്സിലാണെന്നുണ്ടെങ്കിൽ സൈറ്റോപ്ലാസ്മിക് ഉണ്ട്, ന്യൂക്ലിയർ ഉണ്ട്. അതിൽ സൈറ്റോപ്ലാസ്മിക് ആണെന്നുണ്ടെങ്കിൽ സെങ്കസ്, ഷോഡിന്, റിഗോഡ്സ് ആൻഡ് ഫോർമസലൈൻ. ന്യൂക്ലിയർ ഫിക്സേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കാർനോയ്സ്, ക്ലാർസ്, ഫ്ലെമിങ്സ് ഫ്ലൂയിഡ്. ഹിസ്റ്റോകെമിക്കൽ ഫിക്സേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിൽ ഫോർമാലിൻ സലൈന്, കോൾഡ് അസറ്റോൺ, അബ്സൊല്യൂട്ട് ആൽക്കഹോൾ. അങ്ങനെ ഓരോന്നിന്റെയും എക്സാമ്പിൾസുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ കൊയാഗുലൻ ഫിക്സേറ്റീവ് ഉണ്ട്, നോൺ കൊയാഗുലൻ ഫിക്സേറ്റീവ് ഉണ്ട്. കൊയാഗുലൻ ഫിക്സേറ്റീവ് എന്ന് പറഞ്ഞാൽ മെർക്കുറി ക്ലോറൈഡ് ഫിക്സേറ്റീവ്സ് ഒക്കെ എന്താണ്? കൊയാഗുലൻ ഫിക്സേറ്റീവ്സ് ആണ്. നോൺ കൊയാഗുലൻ ഫിക്സേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫോർമാലിഡിഹൈഡ് ഒരു നോൺ കൊയാഗുലൻ ഫിക്സേറ്റീവ് ആണ്. പിന്നെ അതേപോലെ തന്നെ സിമ്പിൾ ഫിക്സേറ്റീവ്സിൽ പെട്ടുള്ളതാണ് ആൽഡിഹൈഡ് ഫിക്സേറ്റീവ്സ്. അതിൽ പെട്ടാണ് ഫോർമാലിഡിഹൈഡ്, ഗ്ലൂട്ടറാൽഡിഹൈഡ്. ഓക്സിഡൈസിങ് ഏജന്റ് കണ്ടെയ്നിങ് ഫിക്സേറ്റീവ് എന്ന് പറയുന്നത് ഓസ്മിയം ടെട്രോക്സൈഡ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പ്രോട്ടീൻ ഡിനാച്ചുറേഷൻ ഏജന്റ് എന്ന് പറഞ്ഞാൽ അസിറ്റിക് ആസിഡ്, ഈഥൈൽ ആൽക്കഹോളും ഈഥൈൽ ആൽക്കഹോൾ. അൺനോൺ മെക്കാനിസം എന്ന് പറയുന്നത് പിക്രിക് ആസിഡ്, മെർക്കുറിക് ആസിഡ് ആണ്. പിന്നെ കോമ്പൗണ്ട് ഫിക്സേറ്റീവ്സിൽ പെട്ടുള്ളതാണ് 10% ഫോർമാൽസലൈൻ, 10% ബഫേർഡ് ഫോർമാൽ, ഫോർമൽ കാൽഷ്യം, സെങ്കസ് ഫ്ലൂയിഡ്, സെങ്കൽ ഫോർമാൽ. അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഫിക്സേറ്റീവ്സ് ഉണ്ട്. മെർക്കുറി ഫിക്സേറ്റീവ്സ് ആണ് നമുക്ക് ഇവിടെ ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുണ്ട്. മെർക്കുറി ഫിക്സേറ്റീവ്സിന് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെങ്കസ് ഫ്ലൂയിഡ്, ഹെല്ലിസ് ഫോർമൽ സെങ്കസ്, ഹെയ്ഡൻ ഹെൻസൂസ ഫിക്സേറ്റീവ്, ഷോഡിൻ സബ്ലിമേറ്റഡ് ആൽക്കഹോൾ, B5 ഫിക്സേറ്റീവ്. ഇത്രയാണ് ഉള്ളത് മെർക്കുറി കണ്ടെയ്നിങ് ഫിക്സേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെർക്കുറി കണ്ടെയ്നിങ് ഫിക്സേറ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും അറിഞ്ഞിരിക്കണം. എന്താണ്? സെങ്കസ്, ഹെലിസ് ഫോർമൽ സെങ്കസ്, ഹെയ്ഡൻ ഹെൻസൂസ ഫിക്സേറ്റീവ്, ഷോഡിൻ സബ്ലിമേറ്റഡ് ആൽക്കഹോൾ, B5 ഫിക്സേറ്റീവ്സ്. ഇത്രയും എന്താണ് മെർക്കുറി ക്ലോറൈഡ് മെർക്കുറി ഫിക്സേറ്റീവ്സിൽ പെട്ടിട്ടുള്ളതാണ്. ഈ ക്രോമേറ്റ് ഫിക്സേറ്റീവിൽ പെട്ടിട്ടുള്ളതാണ് ഓക്സ് ഫ്ലൂയിഡ്, റിഗോഡ്സ് ഫ്ലൂയിഡ്. ലെഡ് ഫിക്സേറ്റീവിൽ പെട്ടിട്ടുള്ളതാണ് ലില്ലീസ് ആൽക്കഹോളിക് ലെഡ് നൈട്രേറ്റ് ഫോർമാലിൻ, ലെഡ് സബ് അസറ്റേറ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരുപാട് എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പേരുകളെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ പിക്രിക് ആസിഡ് ഫിക്സേറ്റീവ്സ് വരുന്നത് ബോയിൻസ് ഫ്ലൂയിഡ്. എപ്പോഴും ചോദിക്കാറാണ് ബോയിൻസ് ഫ്ലൂയിഡിനെ കുറിച്ച്. ബോയിൻസ് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു പിക്രിക് ആസിഡ് ഫിക്സേറ്റീവ്സ് ആണ്. അതേപോലെ അതിൽ പെട്ടുള്ളതാണ് ജെൻഡേസ് ഫ്ലൂയിഡ്, അതേപോലെ തന്നെ ബ്രാസിസ് ആൽക്കഹോളിക്, പിക്രോഫോർമൽ ഫിക്സേറ്റീവ് ഒക്കെ എന്താണ്? പിക്രിക് ആസിഡ് ഫിക്സേറ്റീവിൽ പെട്ടുള്ളതാണ്. പിന്നെ ആൽക്കഹോൾ ഫിക്സേറ്റീവിൽ പെട്ടുള്ള ഈഥൈൽ ആൽക്കഹോൾ, കാർനോയ്സ് ആൽക്കഹോൾ ആൻഡ് ക്ലാർക്സ് ഫ്ലൂയിഡ്. ഇതിൽ കാർനോയ്സ് ആൽക്കഹോളും ക്ലാർക്സ് ഫ്ലൂയിഡ് അതിൻ്റെയൊക്കെ കമ്പോണൻസും കൂടെ പഠിച്ചു വെക്കും. പിന്നെ മറ്റുള്ളതാണ് കാർബോഹൈഡ്രേറ്റ്, ടാർഗറ്റിന്റെ അതായത് ടാർഗറ്റ് ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്. പ്രോട്ടീൻസ് ആണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ബഫേർഡ് ഫോർമാലിന്, കാർബോഹൈഡ്രേറ്റ്സിനെ ടാർഗറ്റ് ചെയ്യുന്നത് ഹെയ്ഡൻ ഹ്യൂസൂസ, ബഫേർഡ് ഗ്ലൂട്ടറാൽഡിഹൈഡ്, ഫോർമൽ കാൽഷ്യം, ലിപ്പിഡിനെ ടാർഗറ്റ് ചെയ്യുന്നത് ഗ്ലൂട്ടറാൽഡിഹൈഡ്, ഓസ്മിയം ടെട്രോക്സൈഡ്, ഗ്ലൈക്കോജനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് കാർനോയ്സ്, ബോയിൻസ്. ബയോജനിക് അമീൻസ് ആണെങ്കിൽ ബോയിൻസ് ഫ്ലൂയിഡ്, ന്യൂട്രൽ ബഫേർഡ് ഫോർമാലിൻ, മൈലിൻസ് ഇൻ പെരിഫറൽ നെർവ്സ് ആണ് ഫ്ലെമിംഗ് ഫിക്സേറ്റീവ്സ്. അപ്പോൾ അത് പല രീതിയിൽ ചോദിച്ചു. ഇപ്പോൾ വേണമെങ്കിൽ
താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു കാർബോഹൈഡ്രേറ്റ് ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് ഏതാണ് അങ്ങനെ ചോദിച്ചേക്കാം. അപ്പോൾ ഏതാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്? എഡൻഹിൻസ് ഓഫ് ബഫേർഡ് ഗ്ലൈസോഗ്ലൂട്ടറൈഡ് ഫോർമൽ കാൽഷ്യൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ പല രീതിയിൽ ഫിക്സേറ്റീവ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ടാർഗറ്റ് ടിഷ്യൂസിലൂടെ ബോൺ മാരോ ബയോപ്സി, ബോൺ മാരോ ആസ്പിരേഷൻ, ലിംഫ് നോഡ്, ക്രൊമാഫിൻ ടിഷ്യൂസ് ലൈക്ക് അഡിനൽ മെഡ്യൂള, റീനൽ ബയോപ്സി, ഐ, അങ്ങനെ ഓരോന്നിനും ഓരോ ടാർഗറ്റ് ടിഷ്യൂസിന് വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അത്തരത്തിലാണ് മെയിനായിട്ട് ഫിക്സേറ്റീവ്സിൽ വരുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഓരോ കാര്യങ്ങളും ഓരോ കാറ്റഗറീസും അതിൻ്റെ എക്സാമ്പിൾസുകളും പഠിച്ചു വെക്കാന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളത് 2-3 തവണ വായിക്കുകയാണെങ്കിൽ തന്നെ ഈ ടാബിൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ടാബിൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ കാണാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മെർക്കുറി കണ്ടന്റ് ഫിക്സേറ്റീവ് ഒക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യം നോക്കിയ ശേഷം മറ്റുള്ള കാര്യങ്ങൾ നോക്കി വെക്കുക. ഈ പറഞ്ഞ മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് PAS ടെക്നിക് ഇസ് യൂസ്ഡ് ഫോർ ദ ഡെമോൺസ്ട്രേഷൻ. PAS ടെക്നിക് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്. PASന്റെ സെയിം ക്വസ്റ്റ്യൻ, അതായത് PAS എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുള്ളത്. ഓപ്ഷൻ എ അയൺ, ഓപ്ഷൻ ബി മ്യൂസിൻ, ഓപ്ഷൻ സി ഗ്ലൈക്കോജൻ, ഓപ്ഷൻ ഡി ലാക്റ്റിൻ. PAS എന്തിനു യൂസ് ചെയ്യുന്നു? ദാറ്റ് ഈസ് ഫോർ കാർബോഹൈഡ്രേറ്റ് ഓർ ഗ്ലൈക്കോജന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെയിനിങ് ടെക്നിക്കാണ് PAS എന്ന് പറയുന്നത്. ഓക്കെ, പെറൈഡിക് ആസിഡ് ഷിഫ്റ്റ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഗ്ലൈക്കോജൻ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെയിനിങ് പറയുമ്പോഴും അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ചെറിയൊരു ടാബിലോട് കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്റ്റെയിനിങ്ങൊന്നും ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല, കുറച്ചെണ്ണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കണക്റ്റീവ് ടിഷ്യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വാഞ്ചിയസ് മെത്തേഡ് എന്ന് പറയുന്നത്. റെറ്റിക്കുലർ ഫൈബേഴ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഗൊമാരിസ് മെത്തേഡ്. ഗ്ലൈക്കോജിന് വേണ്ടി യൂസ് ചെയ്യുന്നത് പാസ് ഓർ മെക്മാനസ് എന്ന് പറയുന്നത് PAS ഓർ മെക്മാനസ്. മ്യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് മായസ് മ്യൂസിക്കാർമെന്റ് മെത്തേഡ്. കാൽഷ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത് വൊങ്കാസ മെത്തേഡ്. ബിലിറുബിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഹാൾസ് മെത്തേഡ്. അയണിന് വേണ്ടി യൂസ് ചെയ്യുന്നത് പേൾസ്റ്റെയിൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കുറച്ച് സ്റ്റെയിൻസുകൾ മാത്രമേ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ഒരു ടാബിൾ കൂടെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് മെലാനിന് വേണ്ടി സിൽവർ നൈട്രേറ്റ്, ഫോണ്ടാന മാസും ഡോപ്പാർട്ട് സ്റ്റെയിനിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അയൺസിന് വേണ്ടി പേൾ സ്പെഷ്യൽ ബ്ലൂ, കാൽസ്യത്തിന് വൊങ്കാസ, അലിസാറി റെഡ്, ഫൈബ്രിൻ മാരിഷ്യസ് സ്കാർലറ്റ് ബ്ലൂ, കൊളാജൻ മെസൺ സ്ട്രൈക്കോമ, ഇലാസ്റ്റിക് ഫൈബേഴ്സ് ആണ് വെർഹോഫ് ആൻഡ് ബാഞ്ചിയസ്. അതേപോലെ തന്നെ റെറ്റിക്കുലർ ഫൈബേഴ്സ് സിൽവർ നൈട്രേറ്റ്, മ്യൂസിക്കാർമിന്. അങ്ങനെ ഓരോ ടെസ്റ്റുകളും അതിന്റെ എന്താണ് അതിന്റെ ടാർഗറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായി? ഇത് നിങ്ങൾ വായിച്ചു നോക്കാം. അമൈലോഡ് ആണെങ്കിൽ കോങ്കോ റെഡ്, ഫാറ്റ് ആണെങ്കിൽ ഓയിൽ റെഡോ സ്കാർലറ്റ് റെഡ്. ഈ ഓയിൽ റെഡോ ഒക്കെ പല ടൈമും ചോദിച്ചിട്ടുണ്ട്. ഫാറ്റ് ലിപ്പിഡ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ ഈ ഒരു ടാബിളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഓരോ സ്റ്റെയിനും അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. പക്ഷെ അത് നമ്മൾ കൂടി ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു ഫ്ലാഷ് കാർഡ് രൂപേണ മാറ്റി എന്നുള്ളത് മാത്രം. ഓക്കെ, അതിൽ ഓരോ സ്റ്റെയിൻസും അതിന്റെ ഫങ്ഷൻസും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചോദിച്ചേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റെയിൻ ഈസ് യൂസ്ഡ് ഫോർ ദ ഹോർമോണൽ സൈറ്റോളജി. ഹോർമോണൽ സൈറ്റോളജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഷോർ സ്റ്റെയിൻ, ഓപ്ഷൻ ബി ജീംസ സ്റ്റെയിൻ, ഓപ്ഷൻ സി റൈസ് സ്റ്റെയിൻ, ഓപ്ഷൻ ഡി ഗ്രാം സ്റ്റെയിൻ. ഇവിടെ ഒരു ടെക്നിക്കൽ എറർ ആണ്. ജീംസ സ്റ്റെയിൻ അല്ല ആൻസർ, ഷോർ സ്റ്റെയിൻ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഷോർ സ്റ്റെയിൻ ആണ് ഹോർമോണൽ സൈറ്റോളജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതും ഈ ഒരു ക്വസ്റ്റ്യനും 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഷോർ സ്റ്റെയിൻ ആണ് ഹോർമോണൽ സൈറ്റോളജിക്ക് യൂസ് ചെയ്യുന്ന ബെസ്റ്റ് സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഷോർ സ്റ്റെയിൻ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇവിടെ കൊടുത്തൊരു ചെറിയൊരു ടെക്നിക്കൽ എറർ ആണ്. അപ്പോൾ ഹോർമോണൽ സൈറ്റോളജിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഷോർ സ്റ്റെയിൻ ആണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതും പല ടൈമിലും പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കണ്ടിട്ടുണ്ട്. ഷോർ സ്റ്റെയിൻ is using for the hormones. ജീംസ സ്റ്റെയിൻ is mainly using for the blood parasites. റൈറ്റ് സ്റ്റെയിൻ എന്ന് പറയുന്നത് ബ്ലഡ് പാരസൈറ്റ്സ് ആൻഡ് സെല്ലിനാണ്. ഗ്രാം സ്റ്റെയിൻ ബാക്ടീരിയക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓരോ സ്റ്റെയിൻസും അതിന്റെ ഫങ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സക്കമോണസ് സൊല്യൂഷൻസ് ഈസ് യൂസ്ഡ് ഫോർ. സക്കമോണസ് സൊല്യൂഷൻസ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? ഓപ്ഷൻ എ ഫിക്സേറ്റീവ്, ഓപ്ഷൻ ബി പ്രീഫിക്സേഷൻ, ഓപ്ഷൻ സി ഡീഹൈഡ്രേഷൻ, ഓപ്ഷൻ ഡി മൗണ്ടിങ്. സക്കമോണസ് പ്രീഫിക്സേറ്റീവ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി യൂസിങ് ഫോർ ദ സ്പ്യൂട്ടം സൈറ്റോളജിക്കാണ്. സ്പ്യൂട്ടത്തിന്റെ കേസിലാണ് നമ്മൾ മെയിൻലി സക്കമോണസ് ഫിക്സേറ്റീവ് യൂസ് ചെയ്യുന്നത്. അത് ഒരു പ്രീഫിക്സേഷൻ ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ സാമ്പിൾ വന്ന ഉടനെ തന്നെ എന്ത് ചെയ്യുന്നത്, നമ്മൾ അതിനെ സക്കമോണസ് ഫിക്സേറ്റീവ്സുമായിട്ട് ഡീൽ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു പ്രീഫിക്സേറ്റീവ് എന്നാണ് പറയുന്നത്. സോ എന്താണ് സക്കമോണസ് ഫിക്സേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സക്കമോണസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻ ആൽക്കഹോൾ പ്ലസ് കാർബോവാക്സ്. ആൽക്കഹോളും കാർബോവാക്സും കണ്ടെയ്ൻ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് സക്കമോണസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. മെയിൻലി യൂസ്ഡ് ഫോർ ദ പ്രീ ഫിക്സേഷൻ ഓഫ് ദ സ്പ്യൂട്ടം.
യൂസിങ് ഫോർ ദ പ്രീ ഫിക്സേഷൻ ഓഫ് സ്പീഡത്തിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സക്കമോണസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോളും കാർബോവാക്സും കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ സക്കമോണസ് ഫിക്സേറ്റീവ് എന്താണെന്ന് ചോദിച്ചല്ലോ, മനസ്സിലായല്ലോ. അപ്പൊ സക്കമോണസ് ഫിക്സേറ്റീവ് ഇതുപോലെ പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ചോദിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഫിക്സേറ്റീവ്സ് എന്താണ്, അതുപോലെ സക്കമോണസ് ഫിക്സേറ്റീവ്സ്, മെർക്കുറി കണ്ടെയ്ൻ ഫിക്സേറ്റീവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏകദേശം ഒരു 5 ക്വസ്റ്റ്യൻസോളം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പല തവണയായിട്ട് ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും അതിലൊരു 40 to 50% ക്വസ്റ്റ്യൻസുകളും ഇത്തരത്തിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് വരാറുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾ എല്ലാവരും ആ ഒരു ഫുൾ മാർക്കുകൾ നിങ്ങൾ സ്കോർ ചെയ്യണം. ബാക്കിയുള്ള എബോവ് ആവറേജ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ റാങ്ക് ഡിറ്റർമൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസുകൾ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇനിയും അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.